മലയാളത്തിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ് വിക്രമാദിത്യൻ അല്ലേ? അതിന്റെ ക്ലൈമാക്സിന് തൊട്ട് മുന്നോടിയായിട്ട് അതിലെ നായകൻ ഇങ്ങനെ റിസൾട്ട് നോക്കുന്ന എന്നെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് മോനെ നീ സിനിമ കാണണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞൊരു സിനിമ ഇതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുഹമ്മദ് ഷിനാസ്, ഐലൻ IAS ഡയറക്ടറാണ്. കഴിഞ്ഞ ദിവസം വന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കേരളത്തിന്റെ അഭിമാനമായ മിഥുൻ പ്രേമരാജ് ഇന്ന് എൻ്റെ ഒപ്പമുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ 12ാം റാങ്ക് നേടിയ മിഥുൻ നമുക്കെല്ലാവർക്കും വളരെയധികം പ്രതീക്ഷ തരുന്ന ഒരു ഭാവി അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പോവുകയാണ്. ആ മിഥുന് എല്ലാവിധ ആശംസകളും. കൺഗ്രാറ്റുലേഷൻസ്. മിഥുന്റെ ഈ സിവിൽ സർവീസ് സ്റ്റോറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. മിഥുനൊരു ഡോക്ടർ ഫാമിലി നിന്നാണല്ലേ വരുന്നത്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫാമിലി എന്ന് പറയാം. മിഥുന്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്, അമ്മ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഫീൽഡിലാണ്, ചേച്ചിയും അളിയനും ഡോക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ബീയിങ് എ ഡോക്ടർ ആയിരുന്നു ഫസ്റ്റ് കരിയർ ചോയ്സ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് നമ്മളൊരു വ്യൂ ഒന്നും ഡെവലപ്പ് ചെയ്യാത്തൊരു കാലമാണ്. അന്ന് നമ്മൾ 17-18 വയസ്സുള്ള 15 വയസ്സുള്ള സമയത്താണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അപ്പം അന്ന് ആകെ നമ്മളെ വഴിയിൽ എൻജിനീയറിംഗ്, മെഡിസിൻ എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. നമ്മളൊരു മെച്ചുവർ ആയിട്ടുള്ള അന്ന് ഞാൻ തീരെ മെച്ചുവർ അല്ലായിരുന്നു എനിക്ക് വേണ്ടി ചിന്തിക്കാനൊന്നും. പക്ഷേ തീർച്ചയായും അച്ഛൻ്റെയും ചേച്ചിയുടെ ഒക്കെ ഒരു പാത തന്നെയായിരുന്നു അന്ന് മെഡിസിൻ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം. ഞാൻ ജോയിൻ ചെയ്തപ്പം ഞാനൊരു പാഷൻ വെച്ച് ജോയിൻ ചെയ്തതല്ലായിരുന്നു. ബട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വളരെയധികം സന്തോഷിച്ച് അല്ലെങ്കിൽ ആസ്വദിച്ച് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചൊരു ഫീൽഡായിരുന്നു മെഡിസിൻ. ഈ മെഡിസിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സർവീസ് ഓറിയന്റഡ് സെക്ടർ തന്നെയാണ്. അതെ. ഓക്കെ. പക്ഷെ അതിനും ഒരു പടി മുകളിൽ നിൽക്കുന്ന സർവീസാണ് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ അല്ലെങ്കിൽ ഒരു സിവിൽ സർവന്റിന്റെ. അപ്പം ഈ മെഡിസിൻ ഫീൽഡിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്നുള്ളൊരു ട്രാൻസിഷൻ അതെപ്പോഴാണ് സംഭവിച്ചത്? ഞാൻ ഹൗസ് സർജൻസി നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ചിന്തയെ മനസ്സിലില്ലായിരുന്നു. ടു ബി സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണെങ്കിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത് നമ്മുടെ റൂറൽ പോസ്റ്റിംഗ് ഉണ്ടാവും. അത് നമുക്ക് റെസിഡൻഷ്യൽ പോസ്റ്റിംഗ് ആണ്, നമ്മൾ അവിടെ പോയി നിൽക്കണം. അപ്പോൾ അവിടെ പോയി നിന്ന് അപ്പോഴാണ് എനിക്ക് തോന്നി, അതായത് ഇത്രയും റിസോഴ്സസും ഇതൊക്കെ ഗവൺമെൻറ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് അതിൻ്റെ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് അന്ന് തോന്നിയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കിയത് നമ്മളൊരു ഡോക്ടറായി നിൽക്കുമ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് ചെയ്യണമെന്ന് പല മനസ്സിലുണ്ട്, പക്ഷെ നമുക്ക് ഡോക്ടറാകുമ്പോൾ വി ആർ പവർലെസ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ വരുന്ന രോഗിയെ ആ ഒരു ഇമ്മീഡിയറ്റ് ഇത് അല്ലെങ്കിൽ അവരുടെ ഒരു അതിനെ അഡ്രസ്സ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ കോസേറ്റീവ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പം മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹെൽത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ്ലി വരുന്ന ഒരു രോഗം അല്ലെങ്കിൽ ഒരു കണ്ടീഷന് അതിൻ്റെ പിന്നിൽ കുറേ കോസേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ നമ്മളൊരു ബാൻഡേഡ് സൊല്യൂഷൻ ആണ് ഞാനന്ന് ചെയ്യുന്നതെന്ന് എനിക്കൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് സിവിൽ സർവീസ് എന്നൊരു മോഹം, അല്ലെങ്കിൽ അത് എൻ്റെ സ്വന്തം മനസ്സിൽ ഉദിച്ചൊരു മോഹമായിരുന്നു. അത് ഞാൻ കുറച്ചു കാലം മനസ്സിൽ വെച്ചു. ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. പിന്നീട് കുറച്ചു കാലം ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ PGക്ക് പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് അന്ന് തന്നെ താല്പര്യമില്ലായിരുന്നു. അന്നാണ് കുറേ യങ് സിവിൽ സർവൻസിൻ്റെ വാർത്തകളൊക്കെ ഭയങ്കരമായിട്ട് വരുന്നത്. സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം മനസ്സിലിരിക്കുക തന്നെ ഇതുകൂടെ വന്നപ്പോഴേക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇതൊരു ഫീൽഡാണ്, എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റും എനിക്കൊരു എൻ്റെ ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി, എൻ്റെ കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഫീൽഡാണ് സിവിൽ സർവീസ് എന്ന് എനിക്ക് അന്ന് തോന്നി. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നടക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ കിട്ടിയ ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവരും ഐഡന്റിഫൈ ചെയ്തത് ഒന്നുകിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ റൂറൽ പോസ്റ്റിംഗ്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ സെക്ടർ നേരിടുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില ഫ്ലോസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം അത് റെക്ടിഫൈ ചെയ്യാനതിന് വേണ്ടി മുന്നിട്ട് വരാൻ തയ്യാറാവാൻ, അല്ലെങ്കിൽ അത് റെക്ടിഫൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തോട്ടിൽ നിന്നുമാണ് അവരുമൊക്കെ ഒരു സിവിൽ സർവീസിലേക്ക് മാറുന്നത്. ഈ വൺസ് യു ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ കരിയർ പാത്ത്, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്തത്? ഇതിന്റെ പ്രിപ്പറേഷന്റെ ഇനിഷ്യൽ സ്റ്റേജസ് എങ്ങനെയായിരുന്നു? അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം സാർ. അതായത് ഇത് തുടങ്ങുമ്പം ഫാമിലിയിൽ ഇനീഷ്യലി സാറ് പറഞ്ഞ പോലെ ഒരു ഡോക്ടർ ഫാമിലിയാണ്. അപ്പം ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ഷോക്കായിരുന്നു അത്. ബട്ട് ആ ഇനീഷ്യൽ ഷോക്ക് കഴിഞ്ഞ് എന്നെ ഫുൾ ഹാർട്ടഡ്ലി അതിൽ സപ്പോർട്ട് വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാനായി. അപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള സിവിൽ സർവീസസ് അക്കാഡമിയിൽ നിന്നാണ്. ഞാൻ പ്രിലിംസ് കോച്ചിങ്ങിനാണ് അവിടെ ജോയിൻ ചെയ്തത്. അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ടുള്ള പ്രോപ്പർ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് പ്രിലിംസിൻ്റെ സമയത്ത് തന്നെ
നിഖിൽ സാറിനെ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത്. ഐലേണിനെ പറ്റി അറിഞ്ഞു. അങ്ങനെയാണ് സാർ അവിടെ ജോഗ്രഫി എടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഐലേണിലേക്ക് വരുന്നത്. ജോഗ്രഫിയാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് ഐലേണിൽ. അവിടെ നിന്ന് തന്നെയാണ് ഓപ്ഷണലിൻ്റെ തീരുമാനവും ഞാൻ എടുക്കുന്നത്. ആൻഡ് പിന്നീട് എൻ്റെ പ്രിപ്പറേഷൻ ഫുൾ ഐലേണിൽ തന്നെയാണ്. ലൈക്ക് ഞാൻ മറ്റ് ടെസ്റ്റ് സീരീസ് ആയിട്ടും ഇതൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും all 5 years ഐലേണിൻ്റെ ടെസ്റ്റ് സീരീസും ഇതൊക്കെ ഞാൻ ഐലേണിൽ തന്നെയാണ് പിന്നീട് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ടോട്ടൽ പ്രിപ്പറേഷൻ ജേർണി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് നമ്മുടെ ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത്. സാധാരണ മെഡിസിൻ ഫീൽഡിൽ നിന്ന് വരുന്നവർ മെഡിസിൻ ചൂസ് ചെയ്യാറുണ്ട്. ബട്ട് വാട്ട് മെയ്ഡ് യു ടു ചൂസ് ജോഗ്രഫി? തുടക്കത്തിൽ തന്നെ ഞാൻ മെഡിസിൻ എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഒന്നത് വളരെ വാസ്റ്റാണ് അതിൻ്റേത്. പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഇല്ലാതെ തിയറി മാത്രം പഠിച്ചിട്ട് പ്രത്യേകിച്ചൊരു ഇതും ഇല്ല. അതിലൊരു എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ഓപ്ഷനിലാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോഗ്രഫി നമുക്ക് ക്ലാസ് എടുത്തപ്പോഴാണ് നമ്മൾ സബ്ജക്റ്റിനെ പറ്റി, ഞാൻ 10th ജോഗ്രഫി അത്ര ഒരു കൺസെപ്റ്റ് വൈസ് ഞാൻ പഠിച്ചിട്ടില്ല. അന്നൊരു റോഡ് ലേണിങ്ങിൻ്റെ ഒരു ടൈമായിരുന്നു അന്നൊക്കെ. അപ്പോൾ ഈ ജോഗ്രഫിയിൽ ഫിസിക്കൽ ജോഗ്രഫി പ്രത്യേകിച്ച് അതിൻ്റെ ക്ലാസ് എടുത്തപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ആ സബ്ജക്റ്റിനോട്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ്. ഒരു ഓപ്ഷനിൽ ഓക്കെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതെടുക്കാം. പിന്നെ മറ്റു ഫാക്ടേഴ്സും കൂടെ അതിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് GS-ന് ജനറൽ സ്റ്റഡീസിനും പ്രിലിംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജോഗ്രഫി. അപ്പോൾ ഓപ്ഷണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ മറ്റ് GS-ൻ്റെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ കോച്ചിങ് ആണ്. കാരണം ഓപ്ഷനിൽ എന്തായാലും ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ജോഗ്രഫിക്ക് കോച്ചിങ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, മെറ്റീരിയൽസ് ഉണ്ട്. ആൻഡ് ഇവിടെ തന്നെ ഐലൻഡ് അന്ന് ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നി. ഈ 3 ഫാക്ടേഴ്സാണ്. പിന്നെ ഇതിലുപരി ഒരു ഫാക്ടറും കൂടെ എനിക്ക് തോന്നിയിരുന്നു. അതായത് ജോഗ്രഫി നമ്മളിപ്പം കരിയറിൽ കയറാൻ പറ്റുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് എ ലോട്ട്. കാരണം പല കാര്യങ്ങളും നമുക്ക് ജോഗ്രഫിക്കൽ നോളജ്, അന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇൻട്രസ്റ്റ് വരുന്നതും അങ്ങനെയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ് എന്നുള്ളതിൽ ജോഗ്രഫി ഒരു ലൈറ്റ് ഷെഡ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ അല്ലേ? അതെ അതെ. അപ്പം ഈ ഇന്ത്യ അറിയുന്നതിന് ജോഗ്രഫി ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ, ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ ഈ പ്രിലിംസ് എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്തങ്ങ് ഇരുന്ന് പഠിക്കാറുണ്ട്. അപ്പം മിഥുൻ്റെ ആ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഈ മറ്റേ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് മെയിൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു? തുടക്കത്തിൽ കുറച്ച് പാളിച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഞാനതിൽ ഒരു കാര്യം ഞാൻ നന്നായി ചെയ്തു എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നത്, അതായത് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ. നമ്മളിപ്പം ഈ സബ്ജക്റ്റ്, അതായത് പൊളിറ്റി ആയാലും എക്കണോമിക്സ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് വേണം. അത് ഡയറക്റ്റ്ലി എക്സാമിന് യൂസ് ആവോ ഇല്ല, ബട്ട് വി നീഡ് ദാറ്റ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു. ലൈക്ക് ഫുള്ളായിട്ട് കൊടുത്ത് ഒരു 4-5 months ആ ഫൗണ്ടേഷൻ ഞാൻ സ്ട്രോങ് ആക്കിയിരുന്നു. അത് അക്കാഡമിയിലും ഐലേണിലും പഠിക്കുന്ന കാലത്താണ്. അപ്പം ദാറ്റ് വാസ് എ ഗുഡ് തിങ് ഫോർ മീ. അത് നമ്മുടെ ഇപ്പം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, അത് നന്നായി പഠിച്ചത് കൊണ്ട് തന്നെ ഫൗണ്ടേഷൻ വാസ് സ്ട്രോങ്. പിന്നെയാണ് നമ്മൾ എക്സാം പ്രോസസ്സിലേക്ക് വരുന്നത്. പിന്നീട് പ്രിലിംസാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രിലിംസ് അത്യാവശ്യം ടാക്കിൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു എക്സാമാണ്. ഇനി എഴുതിയാൽ പോലും ക്ലിയർ ആവുമോ എന്നുള്ളത് ഉറപ്പില്ല. അപ്പം അന്ന് പ്രിലിംസിന് ഞാൻ ചെയ്തത് ഈ ഫൗണ്ടേഷൻ പഠിക്കുന്നതിനൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, പത്രങ്ങൾ വായിക്കുന്നു, ആൻഡ് കുറേ ചെയ്യാൻ. അതായിരുന്നു എൻ്റെ. കാരണം ഞാൻ +1 +2 തന്നെ ഈ MCQ എക്സാം എഴുതിയിട്ട് എനിക്ക് നല്ല ശീലമുണ്ട്. അപ്പോൾ അന്നും എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇഷ്ടംപോലെ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ അന്ന് ടെസ്റ്റ് സീരീസ് ഒക്കെ എടുത്തു, എല്ലാ ടെസ്റ്റ് സീരീസും എഴുതി. ആൻഡ് ഞാൻ തന്നെ ഇവാലുവേറ്റ് ചെയ്തു. അതായത് ഒരു കൺസിസ്റ്റൻസി വരുന്നുണ്ടോ. നമുക്കിപ്പോൾ ഒരു കൃത്യമായി അറിയാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും പ്രിലിംസിൽ ഒരു മാർക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ, നമ്മൾ ബൈ എലിമിനേഷൻ നമുക്കത് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 100 marks അല്ലെങ്കിൽ അറൗണ്ട് 100 marks എല്ലാ ടെസ്റ്റ് സീരീസിലും കിട്ടിക്കഴിയുമ്പം അറിയാം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഇതായിരുന്നു ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക, അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ സോൾവ് ചെയ്യുക, ധാരാളം പേപ്പേഴ്സ് സോൾവ് ചെയ്യാം, എന്നിട്ട് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. പ്രാക്ടീസ് മേക്കപ്പ് ദ മാൻ. അതെ. ഓക്കെ. അപ്പം പ്രിലിംസിന് കണ്ടിന്യൂസ്ലി പേപ്പർ സോൾവ് ചെയ്തു, ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വെച്ചു. മെയിൻസിന് വന്നപ്പോഴത്തേക്കും അത് അവിടെയും അത് ഹെൽപ്ഫുൾ ആവുമല്ലേ? കാരണം നമ്മുടെ ആ ഫൗണ്ടേഷനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ മെയിൻസ് ആൻസർ റൈറ്റിംഗിലേക്ക് തിരിയുന്നത്. തീർച്ചയായും. അതിനുവേണ്ടി എന്താ ചെയ്തത്? ആൻസർ റൈറ്റിംഗിന് എന്താ ചെയ്തിരുന്നത്? ആൻസർ റൈറ്റിംഗിലാണ് ആക്ച്വലി എൻ്റെ ഫ്ലോ കടന്നിരുന്നത്. ഞാൻ ഇത്രയും അറ്റംപ്റ്റ് ചെയ്തത് തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 250 marks 3 hours കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ, സാറിന് അറിയായിരിക്കും. മിഥുൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് മിഥുൻ്റെ ആൻസേഴ്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര പെർഫെക്റ്റ് ആൻസേഴ്സ് ആണ്. അപ്പം നമ്മൾ ക്ലാസ്സിൽ ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ ഏറ്റവും അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റാണ് ദർ ഇസ് നോ പെർഫെക്റ്റ് ആൻസർ. നിങ്ങൾ പെർഫെക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം പെർഫെക്റ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും
മറ്റ് ആൻസേഴ്സിൽ സമയം പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ മിഥുന്റെ ആൻസേഴ്സ് തുടക്കത്തിൽ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ മിഥുന് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. വളരെയധികം ഡിഫിക്കൽട്ടി. ഇതുവരെയുള്ള എല്ലാ എക്സാംസിലും അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നത്. അപ്പം പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് കിട്ടി, പക്ഷെ മെയിൻസ് കിട്ടിയില്ല. മെയിൻസ് കിട്ടിയില്ല. മെയിൻസ് എഴുതി 7 മാർക്സിനാണ് ആക്ച്വലി യൂസ് ചെയ്തത്. ഞാൻ 350 മാർക്സിന് വിട്ടു. പക്ഷെ അന്ന് വിട്ടു. ബട്ട് അതൊരു ട്രേഡ് ഓഫ് ആണ്. കാരണം അത്രയും നല്ല ക്വാളിറ്റി ആൻസർ അത്രയും ടൈം എടുത്തിട്ട് എഴുതിയത് കൊണ്ടാണ് അത്ര മാർക്ക് കിട്ടിയത്. എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാർക്ക് കിട്ടില്ല. കാരണം മറ്റേ എഴുതിയ ആൻസറിന്റെ ക്വാളിറ്റി എന്തായാലും അപ്പോൾ കുറയും. അപ്പം അതൊരു ഫെയിലിയർ തന്നെയാണ് ആ എക്സാമിന്റെ പെർസ്പെക്റ്റീവില്. ബട്ട് അതെനിക്ക് മനസ്സിലായി. അതായത് അപ്പം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് 10th 95% മുകളിൽ മാർക്കുണ്ട്. 12th ഓൾ കേരള സെക്കൻഡ് ആണ് CBSE. കേരള എൻട്രൻസിന്, ജിപ്മറിന്, അതുപോലെ തന്നെ എയിംസിന് 1 മുതൽ 10 വരെയുള്ള റാങ്കുകൾ പലതും മേടിച്ച ആളാണ്. ഒരു മേജർ ഫെയിലിയർ ആയിരിക്കത്തില്ലേ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത്? അങ്ങനെ തന്നെയാണ്. അപ്പം അതൊരു ഡിമോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നോ? എനിക്ക് മെഡിസിൻ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ ഇത് വേണ്ട, ഇത് തിരിച്ചു പോകാം എന്ന് എപ്പോഴെങ്കിലും തോന്നിയായിരുന്നു? എന്താണ് പിന്നെയും ഈ പരീക്ഷ എഴുതാം, എനിക്കിത് വേണം എന്നുകൊണ്ട് അവിടെ നിർത്തിയ ഫാക്ടർ എന്തായിരുന്നു? തിരിച്ചു പോകുന്ന ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് ഞാൻ വീട്ടിൽ എന്നോട് എപ്പോഴും ചോദിക്കും, അച്ഛനും അമ്മയും, മോനെ ഇത്ര ആയില്ലേ, കുറേ ആയില്ലേ കഷ്ടപ്പെടുന്നത്, നിനക്കൊരു ഡിഗ്രി ഉണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞത് ഈ ക്ലിനിക്കൽ മെഡിസിനിലേക്ക് എനിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഞാൻ മെൻ്റലി അങ്ങനെ തന്നെ തീരുമാനിച്ചതാണ് എൻ്റെ ലൈഫിൽ കരിയർ അങ്ങനെ വേണ്ട എന്നുള്ളത്. സാറിനോട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ അതായത് നമ്മളെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അതൊരു ഫണ്ടമെൻ്റൽ ചേഞ്ച് ആയിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ മെഡിസിനിലേക്ക് എന്തായാലും തിരിച്ചു പോകേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പബ്ലിക് ഹെൽത്ത് പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു. അപ്പം പബ്ലിക് ഹെൽത്തിൽ ഇപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ, കാരണം ഇത് കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം കിട്ടിയില്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് വഴി വർക്ക് ചെയ്യാം എന്നായിരുന്നു. എൻ്റെ ബേസിക് ഡിഗ്രി ഉണ്ട്, ആ കാര്യങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് പോകാം എന്നായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടത്. പിന്നെ സാറ് ചോദിച്ച ഡിമോട്ടിവേഷൻ ഫാക്ടർ, ഡിമോട്ടിവേഷൻ എനിക്കറിയാം. കാരണം ഞാൻ അത്തവണ അത്ര എഫേർട്ട് ഇട്ടിട്ടില്ല. അന്ന് ടെസ്റ്റ് സീരീസ് പോലും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. കാരണം അന്ന് മെയിൻസിന് പ്രിപ്പറേഷൻ ആയിരുന്നു മെയിനായിട്ട്, പഠിച്ചുണ്ടാക്കുക എന്നുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് പ്രാക്ടീസ് അന്ന് അറിയില്ല. അന്ന് നമ്മൾ എക്സാം ടാക്കിൾ ചെയ്യാനുള്ള സ്ട്രാറ്റജി ഒന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പം അന്നതൊരു ഡിമോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയില്ല. ഞാൻ പറഞ്ഞ പോലെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. കാരണം അകത്ത് കയറും എന്നുള്ളതാണ്. പിന്നെ ഞാൻ കോളേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഇതിൽ പരുവപ്പെടുന്നത്. കാരണം 12th വരെ നമ്മൾ തോറ്റിട്ടുള്ള ജീവിതത്തിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് കോളേജിൽ വന്നപ്പം കളി മാറി എന്ന് പറഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് തോക്കും. പാർട്ട് ഓഫ് ദ ഗെയിമാണ്. നമ്മൾ മെയിൻ എക്സാം വരുമ്പോൾ നമ്മൾ എപ്പോഴും പഠിച്ചെഴുതും. പക്ഷേ ചെറിയ ക്ലാസ് ടെസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പം ഇതാക്കിയിട്ട്, അപ്പോൾ കോളേജിൽ നിന്ന് തന്നെ ആ ഒരു പരുവപ്പെടൽ കിട്ടിയിരുന്നു ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ. ബട്ട് ഈ ഒരു കരിയർ വൈസ് ഉള്ള ഫെയിലിയർ എന്ന് പറയുമ്പം അത് കുറച്ചുകൂടെ വലിയൊരു ഇതാണ്. മറ്റേ നമ്മൾ അവർ ട്രാക്ക് സെറ്റ്. അപ്പോൾ അതൊരു ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് എനിക്ക് അത്രയും സപ്പോർട്ട് എല്ലാവർക്കും കിട്ടിയിട്ട് എന്നെ പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഡിമോട്ടിവേറ്റ്. ബട്ട് എനിക്കെന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളൂ. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവരും എപ്പോഴും, നമ്മുടെ സാറന്മാരായാലും എല്ലാവരും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു രീതിയിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് വന്ന സമയത്ത് കുറെ കൂടി എഫേർട്ട് മെയിൻസിലിട്ടു. അതിൻ്റെ ഔട്ട്കമായിട്ട് ഇൻ്റർവ്യൂ കോൾ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഇൻ്റർവ്യൂവിന് നല്ല മാർക്കുണ്ട്, റിസൾട്ട് ലിസ്റ്റിൽ വരികയും ചെയ്തു അല്ലേ ആ വർഷം? അതെ. പക്ഷേ യു വെർ വെരി ഷുവർ ദാറ്റ് യു വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ചേഞ്ച് മേക്കേഴ്സ്, അല്ലെങ്കിൽ ആ ടോപ്പ് സർവീസിൽ വരണമെന്ന് ആഗ്രഹമുള്ളത് തന്നെ യു ഓൺലി ഗീവ് ദോസ് സർവീസസ്, റൈറ്റ്? അതെ, പ്രിഫറൻസ് ടോപ്പ് സർവീസുകൾ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ DOPയുടെ അലൊക്കേഷൻ വന്നില്ല. പക്ഷേ രണ്ടാമത്തെ തവണ തന്നെ റിസൾട്ട് ലിസ്റ്റിൽ എത്തിയപ്പോഴത്തേക്കും യുവർ കോൺഫിഡൻസ് മൈറ്റ് ഹാവ് ഇൻക്രീസ്ഡ് അഗെയിൻ, റൈറ്റ്? അതെ, തീർച്ചയായും. അത് 2017 ആയിരുന്നു. ഞാൻ ആക്ച്വലി ഈ അറ്റംപ്റ്റ് അല്ലാതെ നന്നായി എഫേർട്ട് കൊടുത്ത് ഇട്ടൊരു വർഷം 2000. അന്ന് നമ്മൾ കുറച്ച് ക്രാക്കും ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് പറ്റിയ പാളിച്ചകൾ മനസ്സിലായി. ഞാൻ ടെസ്റ്റ് സീരീസ് കൊടുത്തു ഐലൻഡിൽ കുറച്ചുകൂടെ സിൻസിയറായിട്ട്. ആൻഡ് അന്നും പ്രശ്നം നിലനിന്നത് എഴുതി കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ള പ്രശ്നം തന്നെയായിരുന്നു. അല്ലാതെ ഞാനൊരു സിൻസിയർ അറ്റംപ്റ്റ് കൊടുത്തു. ബട്ട് എനിക്കറിയാം സ്റ്റിൽ ആ എഴുത്തിൽ സ്റ്റിൽ ഐ എം ബിഹൈൻഡ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നില്ല എന്നും എനിക്ക് മനസ്സിലായി. റിസൾട്ട് വന്നപ്പോൾ ആ ഒരു ഫ്ലോ അവിടെ റിസൾട്ടിലും അത് റിഫ്ലക്ട് ചെയ്തു. Meanwhile, you also did something else, right? അതായത് you decided to pursue
എ PG ഇൻ പബ്ലിക് ഹെൽത്ത്. അതെ. ഓക്കെ, അതെവിടെയായിരുന്നു ചെയ്തത്? അതെ, ഞാൻ PG ഡിപ്ലോമ ഞാൻ പെർസ്യൂ ചെയ്തത്. ഞാൻ പറഞ്ഞു തന്നത് സാർ, അതായത് 2016, 17, 18 ആ ഫ്ലോയിൽ കൊടുത്തതാണ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം ഇന്റർവ്യൂ എത്തുമ്പോഴും ദാറ്റ് ബിക്കംസ് ഈവൻ മോർ ചാലഞ്ചിങ്. കാരണം നമ്മൾ ഇന്റർവ്യൂ എത്തി റിസൾട്ട് വന്ന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റലി പ്രിപ്പയർ ചെയ്യാൻ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ നെക്സ്റ്റ് പ്രിലിംസ് വരെ. ആൻഡ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സംവെയർ വി എക്സ്പെക്ട്, അതായത് ലിസ്റ്റിലെങ്കിലും കയറി പറ്റും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മളെ മൈൻഡിൽ കുറച്ചുണ്ട്. അപ്പൊ ഇത് വരുമ്പം പെട്ടെന്ന് ലൈക്ക് അഗെയിൻ ബാക്ക് ടു സ്ക്വയർ വൺ, വീണ്ടും ആ ഫൈറ്റിംഗ് മോഡിലേക്ക് മാറി. അപ്പം അങ്ങനെ 2018 അങ്ങനെ തന്നെ പോയി. കാര്യമായിട്ട് സ്കോറിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ റിസർവ് ലിസ്റ്റ് പോലും അക്കാലം ഇന്റർവ്യൂ കോൾ കിട്ടിയിരുന്നു, ലിസ്റ്റ് പോലും വന്നില്ല. 2019 വന്നപ്പം അഗെയിൻ ഈ സൈക്കിളായിരുന്നു. 18 റിസൾട്ട് വന്ന് കിട്ടിയില്ല, 19 വന്നപ്പോൾ പ്രിലിംസും കിട്ടിയില്ല. ആൻഡ് അത് ആക്ച്വലി എനിക്ക് ആശ്വാസമായിരുന്നു, ഐറോണിക്കലി പ്രിലിംസ് കിട്ടാത്തത്. കാരണം ഞാൻ ഈ സൈക്കിളിൽ വന്ന് ഐ വാസ് വെരി ഒരു കൺജസ്റ്റഡ് ഫീലിംഗ് ആയിരുന്നു. ബ്രേക്ക് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ്. കാരണം അന്ന് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ചിന്തിച്ചൊന്ന് ഇതാക്കാനുള്ളൊരു അവധി പോലും കിട്ടും. എക്സാമിന്റെ ഇടയിൽ കുറെ ഗ്യാപ്പ് കിട്ടും, ബട്ട് ബിറ്റ്വീൻ ഈ പരീക്ഷ റിസൾട്ട് ആൻഡ് ഇത് മെന്റലി പ്രിപ്പയർ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വർഷമുണ്ട്, എന്തായാലും ഇത്രയും പ്രിപ്പയർ ചെയ്താണ്, ഒരു വർഷം ഇരുന്ന് പ്രിപ്പയർ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഐ ക്യാൻ ഈസിലി എൻ്റെ മറ്റ് പാഷൻ, ഇപ്പം ഇൻ കേസ് ഇത് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. അങ്ങനെയാണ് ഞാൻ PG ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്യുന്നത്. ഡൽഹിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ് ഞാൻ ചെയ്തത്. അത് 2019-20 ചെയ്തത്. 20 വീണ്ടും പ്രിലിംസ് എഴുതുന്നു. കഴിഞ്ഞ 3 അറ്റംപ്റ്റിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അറ്റംപ്റ്റിൽ വ്യത്യാസമായിട്ട് ചെയ്തത്? ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ പാകപ്പെടുത്തിയിരുന്നു. അതായത് സാർ ഞാൻ പറഞ്ഞില്ലേ സാർ, അതായത് മുമ്പേ നമുക്കൊരു ബ്രേക്ക് കിട്ടിയില്ല എന്ന്. അപ്പം ഇത്തവണ മെന്റലി ഞാൻ പ്രിപ്പയർഡ് ആണ്. അതായത് ആൻഡ് ഐ വാസ് ലൈക്ക് എന്താണ്, എനിക്കിപ്പോൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഐ എം ഗോയിങ് ടു ഗിവ് ആൻ അറ്റംപ്റ്റ് വിത്ത് സിൻസിയറിറ്റി. ബെസ്റ്റ് അറ്റംപ്റ്റ്, സിൻസിയറിറ്റി. നമ്മുടെ എൻഗേജ് ചെയ്ത് സിൻസിയറായി സന്തോഷപൂർവ്വം ഒരു അറ്റംപ്റ്റ് കൊടുക്കണം. പിന്നെ കിട്ടിയില്ല, ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പ്രിലിംസ് വരുമ്പം എത്രത്തോളം സ്ട്രെസ് ആണെന്ന് നമുക്കറിയാം, കാരണം ഇറ്റ്സ് എ ഗ്യാമ്പിൾ. ചിലപ്പം നമ്മൾ എത്ര പഠിച്ചാലും കയറില്ല, ബട്ട് ആ ടെക്നിക്ക് ഉണ്ട് എന്നുള്ള കാര്യം കയ്യിലുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പ്രിലിംസ് എഴുതി കയറി കഴിഞ്ഞു. പിന്നെ മെയിൻസിനാണ് ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഇൻ പ്രിപ്പറേഷൻ ഞാൻ നടത്തിയത് ഇത്തവണ. അതിന് ഞാൻ ഇരുന്ന് പ്രിലിംസ് കഴിഞ്ഞൊരു ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ സീരിയസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മറ്റേത് കുറച്ചൊരു ഡിലേ എപ്പോഴും ഞാൻ ബ്രേക്ക് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തു, കാര്യങ്ങൾ കൃത്യമായി എഴുതി. കുറച്ച് പോയിന്റ്സ് ഞാൻ ഇത്തവണ വളരെ ഡ്രാസ്റ്റിക്കായി ഡിഫറെൻ്റായി ചെയ്തത്. ഒന്ന് നോട്ട്സ് ഉണ്ടാക്കലായിരുന്നു. നമുക്ക് പല കമ്പൈലേഷനും കിട്ടും, പക്ഷേ ആ സ്വന്തമായിട്ടുള്ളൊരു നോട്ട്സിൻ്റെ വാല്യൂ എന്നെ +1 +2 ആക്ച്വലി വളരെ ഹെൽപ്പ് ചെയ്തൊരു സ്ട്രാറ്റജി ആയിരുന്നു. അത് ഞാൻ മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുള്ളൊരു ഫെയിലിയർ ആയിരുന്നു. ബട്ട് ഇത്തവണ ഞാൻ കൃത്യമായി സ്വന്തം നോട്ട് ഞാൻ വളരെ ചിറ്റ്സിലാണ് ഞാൻ ഉണ്ടാക്കുക. ചെറിയ പീസ് ഓഫ് പേപ്പറിൽ ഞാനത് കൊണ്ട് നടക്കും. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചിലപ്പോൾ നടക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ എടുത്ത് നോക്കും. സോ അതൊരു റിക്കളക്ട് ചെയ്യാനുള്ള, അത് എനിക്ക് +1 +2 PC സാർ അവിടെ പഠിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു ടെക്നിക്കായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇത്തവണ ഞാൻ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കി, ഓരോ സബ്ജക്റ്റിലും ഓരോ ടോപ്പിക്കിലും നോട്ട് ഉണ്ടാക്കി ഐഡന്റിഫൈ ചെയ്ത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുറേ പോയിന്റ്സ് ഉണ്ട്, നമുക്കിപ്പോൾ ഓരോ ടോപ്പിക് എടുത്താലും n നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു 5 പോയിന്റ്, അല്ലെ ഒരു ആവറേജിൽ ഒരു 5 പോയിന്റ്, അതായത് എന്താണ് ഇഷ്യൂ ഒരു 5 പോയിന്റ്, എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കോസസ് അല്ലെങ്കിൽ ഇതെന്താണ് ഒരു 5 പോയിന്റ്, പ്രോസ് എന്താണ് 5 പോയിന്റ്, കോൺസ്, വേ ഫോർവേഡ് 2. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസൈസ് രീതിയിൽ ഞാൻ നോട്ട്സ് ഉണ്ടാക്കി, മിക്ക സബ്ജക്റ്റിനും ഉണ്ടാക്കി. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തു. ആൻഡ് ദിസ് റിവിഷൻ യൂസ് ടു നെവർ ഹാപ്പൺ ഇൻ മൈ പ്രീവിയസ് അറ്റംപ്റ്റ്സ്. കാരണം അത്രയും പഠിക്കാനുണ്ട് ആൻഡ് റിവൈസ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഇത്തവണ നോട്ട്സ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ റിവിഷൻ വളരെ എളുപ്പമായി. അതൊരു സ്വന്തം നോട്ടിൽ നിന്ന് റിവൈസ് ചെയ്യുന്നതിന് അത്ര കംഫർട്ടബിൾ കമ്പാരിഷനൊക്കെ കിട്ടില്ല. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയ നോട്ട്സ് ആണ്, ഇറ്റ്സ് ദേർ, അതിൻ്റെ സ്ട്രക്ചർ നമ്മളെ മനസ്സിലുണ്ട്. മറ്റേത് മറ്റൊരാൾ ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പം ഇത് റീഇൻഫോഴ്സ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ ഇത്തവണ നന്നായി ആൻസർ റൈറ്റിംഗ് ചെയ്തു. അതും മുമ്പ് ഒരു പാളിച്ച പറ്റിയ അവിടെയാണ് നന്നായിട്ട്. കാരണം എനിക്ക് ആൻസർ റൈറ്റിംഗ് എനിക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ചെയ്യുന്ന എനിക്ക് അതിനെപ്പറ്റി ഒരു നെഗറ്റീവ് ഇത് എപ്പോഴും ഉണ്ടായിരുന്നു. ഐ നോ ഐ ക്യാൻ റൈറ്റ് ഗുഡ് ആൻസേഴ്സ്, ബട്ട് ആ ടൈമിൽ ചെയ്ത് തീർക്കുക എന്നുള്ളത് എപ്പോഴും ഒരു നെഗറ്റീവ് ഇതാണ്. പിന്നെ മാത്രമല്ല ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണ് ത്രൂ ആൻഡ് ത്രൂ. അപ്പോൾ ഇതൊരു സോഷ്യൽ സബ്ജക്റ്റാണ് ഫുൾ സിവിൽ സർവീസിൽ വരുന്നത്.
അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെ ഒരു ചാലഞ്ചാണ്. അപ്പോൾ ഇത്തവണ ഞാനതിൽ ഇൻട്രസ്റ്റ് എടുത്തു, എൻഗേജ് ചെയ്ത് സന്തോഷപൂർവ്വം പഠിച്ചു എന്ന് തന്നെ പറയാം. ഞാൻ ഇത്തവണ എൻ്റെ അമ്മേൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ അത് പറയാതിരിക്കാൻ വയ്യ. കോവിഡ് കാലമാണ്. അപ്പം അമ്മ, നമുക്കൊരു സ്ഥലമുണ്ട്, അമ്മ വന്ന് കൂടെ നിന്ന്, ഞാനും അമ്മയും, അച്ഛൻ ഇടയ്ക്ക് വരും, ചേച്ചി ബ്രദറുകളൊക്കെ ഇടയ്ക്ക് വരും, അവരെ കൂടെ നിന്നാണ് ഞാൻ 2 മാസം 2.5 മാസം മെയിൻസ് പ്രിപ്പയർ ചെയ്തത്. അപ്പം നോട്ട്സ് തയ്യാറാക്കി, ആൻസേഴ്സ് എഴുതി, ഡെയിലി ആൻസേഴ്സ് എഴുതുമായിരുന്നു, 2-3 ആൻസേഴ്സ് അറ്റ്ലീസ്റ്റ്. ടെസ്റ്റ് സീരീസ് ഒക്കെ കൃത്യമായി കൊടുത്തു. അപ്പം ഇത് തന്നെയാണ്, പിന്നെ റിവൈസ് ചെയ്തു. ഇത് തന്നെയാണ് മെയിൻ കാര്യങ്ങൾ ഇത്തവണ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു. ചെക്ക് ലിസ്റ്റ് ഫില്ല് ചെയ്തു. അതെ, നോട്ട് കൊണ്ടുവന്ന് ടിക്ക്, റിവിഷൻ നടത്തി ടിക്ക്, ടെസ്റ്റ് സീരീസ് എഴുതി ടിക്ക്, പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് ടിക്ക്. അതോടൊപ്പം തന്നെ ഞാനൊരു നല്ലൊരു ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. സാധാരണ നമ്മൾ ട്രിവാൻഡ്രത്ത് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അൺഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാറുണ്ട്. ഇത്തവണ ഞാൻ പിന്നെ കുറച്ച് സ്പിരിച്വാലിറ്റി ഫിലോസഫിക്ക് ഒക്കെ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സസൈസ് ചെയ്തിരുന്നു റെഗുലർലി, കുറച്ച് മെഡിറ്റേഷൻ പോലെ അങ്ങനത്തെ ഒരു നമ്മുടെ മൈൻഡ് കാമിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതായത് യു മെയ്ഡ് യുവർ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് വെരി ഇമ്പോർട്ടൻറ്റ്, സോ ദാറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദി പ്രിപ്പറേഷൻ. ഞാനത് ഇത്രയും കൊല്ലത്തിൽ ഞാൻ പഠിച്ചതാണ്. നമ്മളെപ്പോഴും വിചാരിക്കും ഈ എക്സാം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ജീവിതം വരുന്നതെന്ന്. ബട്ട് ദിസ് എക്സാം പ്രോസസ് ഇസ് പാർട്ട് ഓഫ് ദ ലൈഫ്. ഇറ്റ് ഇസ് ലൈഫ്. ഞാൻ ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാനിപ്പം അങ്ങനെ കുറെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എത്രയും എൻഗേജ്ഡ് ആണോ അതാണ് ലൈഫ്. നാളെ ഒരു സാധനം വരുന്നു, ഇത് കിട്ടിയില്ല എന്നുള്ളത് ഇറ്റ്സ് ഡിഫറെൻറ്റ് മാറ്റർ, ബിക്കോസ് യു ആർ ലിവിങ് റൈറ്റ് നൗ. അപ്പം ആ ഒരു പാർട്ടായിട്ട് എനിക്ക് അന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ആ ഒരു വ്യൂ പോയിന്റ് അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഈ ഇന്റർവ്യൂ ഭയങ്കര ഒരു ക്രൂഷ്യൽ എലമെന്റ് ആണ്. എല്ലാ തവണ ഇന്റർവ്യൂവിന് നല്ല മാർക്ക് മേടിക്കുകയും ചെയ്തു. ഇത്തവണത്തെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഏത് ബോർഡായിരുന്നു? എങ്ങനെയായിരുന്നു ഇന്റർവ്യൂവിൽ? ആക്ച്വലി ഇത്തവണ കുറച്ച് സംഭവങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ലോവർ ആയിരുന്നു ഇന്റർവ്യൂവിന്റെ മാർക്സ് ഇത്തവണ. TC ആനന്ദ് സാറിന്റെ ബോർഡായിരുന്നു. അപ്പം ഇത്തവണ പറ്റിയെന്ന് വെച്ചാൽ, ഇന്റർവ്യൂ യൂഷ്വലി ഞാൻ കംഫർട്ടബിൾ ആണ്, എനിക്ക് അധികം പ്രിപ്പറേഷൻ വേണ്ട. കാരണം എൻ്റെ എക്സ്പീരിയൻസിന് പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. നോളജ് ടെസ്റ്റ് ചെയ്യുന്നതിലുപരി നമുക്ക് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ വ്യൂ പോയിന്റ്സും ഇതൊക്കെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ ജെന്യൂനിറ്റി, നമ്മൾ ആക്ച്വലി നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പം ഐ തിങ്ക് ദർ ഇസ് എ വാല്യൂ ടു ദാറ്റ്. ആൻഡ് അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ പറയുമെങ്കിലും ഐ തിങ്ക് ദേ നോ ഹൗ ടു സെൻസ് ഇറ്റ്. ഇത്തവണ ഇന്റർവ്യൂവിൽ പറ്റിയെന്ന് വെച്ചാൽ ഈ ഡിലേ വന്നു, സെക്കൻഡ് വേവ് വന്നു, പിന്നെ ഞാൻ വർക്ക് ചെയ്തു, ഞാൻ കോവിഡ് ഡ്യൂട്ടി ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ. ബട്ട് ഈ ഡിലേ ഒക്കെ വന്ന് 5th അറ്റംപ്റ്റ് ആണ്, ഒന്നും ചെയ്യാനില്ല അങ്ങനത്തെ. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ മെയിൻസിലെ ആ ചരിയൊക്കെ ഒന്ന് താഴേക്ക് വന്നു. അപ്പം ഡിലേഡ് പ്രോസസ്സായി. അപ്പം അത്ര ഒരു ഇതിൽ അല്ലായിരുന്നു, ഗുഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലല്ലായിരുന്നു ഇൻ്റർവ്യൂ കൊടുത്തത്. എന്നിരുന്നാലും കുഴപ്പമില്ല. ബട്ട് ഐ കുഡ് ഹാവ് ഡൺ മച്ച് ബെറ്റർ. എനിക്കത് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്കത് തോന്നിയിരുന്നു. കാരണം എനിക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ഐ കുഡ് ഹാവ് ഡൺ മച്ച് ബെറ്റർ. പിന്നെ ചോദിച്ച ചോദ്യങ്ങൾ സാറ് ചോദിച്ചിരുന്നു. അത് ഫസ്റ്റ് എന്നോട് ചോദിച്ചത് ഇതാണ്, ഈ കോവിഡ് കാലഘട്ടമാണ് ഇപ്പം, രാജ്യത്തിന് ഡോക്ടേഴ്സിൻ്റെ സേവനം അല്ലേ കൂടുതൽ ആവശ്യം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലല്ലോ. അപ്പം ഞാനും ഇതേ കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള എൻ്റെ വ്യൂ പോയിന്റ് ആണ്. അതായത് നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. ഇതിൻ്റെ അണ്ടർലൈൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊരു ഐഡിയ ഉണ്ട്, ഒരു പാഷൻ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, കുറച്ച് സ്കിൽസും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ നമുക്ക് ആ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചെയ്യുന്നതിനേക്കാളും മച്ച് വൈഡറായിട്ട് നമുക്ക് ആൾക്കാരെ ഇഫക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കും എന്നെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോവിഡ് കാലമായിട്ടും ഞാൻ കോവിഡ് ഡ്യൂട്ടി ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്നോട് സ്പോർട്സിനെ പറ്റി ചോദിച്ചിരുന്നു. പിന്നെ വളരെ പേഴ്സണൽ ആയിരുന്നു പ്രാവശ്യത്തെ ഇൻ്റർവ്യൂ. മോസ്റ്റ്ലി എൻ്റെ ഗുഡ് എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്. എനിക്കൊരു അബദ്ധം പറ്റിയത്, എന്നോട് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ റിഫോംസ് വരുത്താമെന്ന് വെച്ചു. എൻ്റെ മനസ്സിൽ ആക്ച്വലി കുറേ പോയിന്റ്സ് ഉണ്ട്. ബട്ട് എനിക്കന്നത് വെല്ലായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനത് പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് വെൻറ്റ് ഔട്ട് ഓഫ് ദ ഫീൽഡ്. ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്കത് തോന്നി ഐ കുഡ് ഹാവ് ഡൺ മച്ച് ബെറ്റർ. എനിക്കത് നന്നായി പറയാൻ പറ്റുമായിരുന്നു. ബട്ട് അന്നത്തെ ആ സിറ്റുവേഷൻ അത് സാധിച്ചില്ല. 179 മാർക്സ് കിട്ടിയിട്ടുണ്ട്. മുമ്പത്തെക്കാളും കുറവാണ്. 190 മാർക്സ് ആയിരുന്നു എനിക്ക് മുമ്പത്തെ ഇന്റർവ്യൂവിൽ കിട്ടിയത്. അതെ, മലയാളത്തിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയാണ് വിക്രമാദിത്യൻ അല്ലേ? അതിന്റെ ക്ലൈമാക്സിന് തൊട്ട് മുന്നോടിയായിട്ട് അതിലെ നായകൻ ഇങ്ങനെ റിസൾട്ട് നോക്കുന്ന എന്നെ അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് മോനെ നീ സിനിമ കാണണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞൊരു സിനിമ ഇതാണ്. ഒരു ദിവസം അമ്മ വിളിച്ച് എന്നോട് പറഞ്ഞു, എടാ നീ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ടു നോക്ക്. അമ്മ പഠിക്കുന്ന സമയത്താണല്ലോ. അപ്പം ഞാൻ എന്താണിത്?
അപ്പോഴാണ് ഇതാണ് അതിന്റെ. അപ്പം ഈ റിസൾട്ട് അറിയുന്ന ഒരു മൊമെന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗിൽ അതിൽ കാണിച്ചിട്ടുണ്ട്. ഈ നായകന്, അതായത് കൂട്ടുകാരന്റെ റിസൾട്ട് അറിയുന്നു, നായകന്റെ റിസൾട്ട് നോക്കിയിട്ട് അവൻ ആ വീടിന്റെ മട്ടുപ്പാലിൽ പോയി നിന്നിട്ട് ഹീസ് താങ്കിങ് ദ വേൾഡ് ആ ഒരു മൊമെന്റിൽ. അപ്പം അതുപോലെ ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത് താങ്കളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇതിന്റെ എക്സ്പീരിയൻസ് അന്ന് ആക്ച്വലി ഉച്ചയ്ക്ക് ഞാൻ ഡൽഹിയിൽ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവനാണ് എൻ്റെ കൂടെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ്. പിന്നെ പറയുന്നതാണ് അത് കുറേ പറയാനുണ്ട്, എൻ്റെ ബാക്ക് ബോണായി നിന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ അവൻ ഉച്ചയ്ക്ക് എനിക്ക് സൂചന തന്നിരുന്നു ഇന്ന് റിസൾട്ട് വരുമല്ലോ എന്നുള്ളത്. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല, കാരണം അച്ഛനും അമ്മയും പിന്നെ ഭയങ്കര ടെൻഷനാവും. അപ്പോൾ എനിക്കും തോന്നി എന്ന് റിസൾട്ട് വരും, ഫ്രൈഡേ ആണ്. അപ്പോൾ മുമ്പത്തൊക്കെ പ്രാവശ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം MIT എന്നടിച്ചപ്പോൾ തന്നെ നോ റിസൾട്ട്സ് എന്നായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ തന്നെ റിസൾട്ട് ഇല്ല. അപ്പോൾ ഇത്തവണ ഞാനിങ്ങനെ എക്സ്പെക്ട്, ഞാൻ വീട്ടിൽ അമ്മയായിട്ട് ഞങ്ങൾ ഗാർഡനിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ സാറ് വിളിച്ചു, നിഖിൽ സാറ് വിളിച്ചു. അപ്പം എനിക്ക് തോന്നി ഇത്തവണ വ്യത്യാസമുണ്ട്, അല്ലാതെ വിളി വരില്ലല്ലോ. അപ്പം സാറ് പറഞ്ഞു, എടാ നീ റിസൾട്ട് കണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇല്ല കണ്ടില്ല. എന്നാൽ നീ നോക്കുന്നു പറഞ്ഞു. സാറൊന്നും പറഞ്ഞില്ല. അപ്പം തന്നെ എനിക്ക് തോന്നി ലൈക്ക് പേരുണ്ടാവും ലിസ്റ്റിൽ. അപ്പം ഞാൻ നോക്കിയപ്പം നമുക്ക് സൈറ്റ് കണ്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും സാറിനെ വിളിച്ചു, സാർ ഇല്ലല്ലോ ലിസ്റ്റ് കാണുന്നില്ലല്ലോ. ഇല്ലേ കാണുന്നില്ല എന്ന് ചോദിച്ചു സാറേ. എന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന് അറിയെങ്കിലും സാറ് പറഞ്ഞോ. ഞാൻ നോക്കിയിട്ട് അപ്പോൾ സാറ് പറഞ്ഞു 12 പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സമാധാനം കഴിഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം സംശയം തോന്നി, ലിസ്റ്റ് കാണുന്നില്ല. ഇപ്പോൾ ഇതിന് UPSCക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫേക്ക് ലിസ്റ്റ് വരുന്നൊരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതൊരു പിഞ്ച് ഓഫ് സോൾട്ടായിട്ട് സാറും എന്നോട് പറഞ്ഞു, എടാ കൺഫേം ചെയ്യാം. പിന്നെ അപ്പം തന്നെ പിന്നെ റിസൾട്ട് വരുന്നു, പിന്നെ കോൾസ് തുടങ്ങി. അപ്പോൾ വീട്ടിൽ അമ്മയും അച്ഛനും ആയിരുന്നു, ലൈക്ക് അവർ കുറേ കാലമായി കഷ്ടപ്പെടുന്നതാണ്, അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ. അപ്പം സത്യം പറഞ്ഞാൽ ആശ്വാസം, റിലീഫായിരുന്നു ഫസ്റ്റ് ഇത്. അങ്ങനെ എനിക്കറിയാം മുന്നോട്ട് ഇപ്പം എങ്ങനെയാലും പോവാം, കിട്ടിയാലും ഇല്ലെങ്കിലും പോവാം. പക്ഷെ നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് അതിനൊരു റിസൾട്ട് കിട്ടുമ്പം സന്തോഷമാണ്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ഇതിന്റെ റിസൾട്ട് അറിയുമ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിഖിൽ സാറോട് നമ്മൾ സംസാരിക്കുമ്പോൾ നിഖിൽ സാർ പറഞ്ഞു ഇതിൽ ഇത്തവണ പേപ്പർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് മാർക്കിനെ വിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വി വർ ഓൾസോ ഹാവിങ് വെരി ഹൈ എക്സ്പെക്ടേഷൻ. അപ്പം നമ്മളിങ്ങനെ റിസൾട്ട് നോക്കി 12 മിഥുൻ പ്രേമരാജ് എന്ന് കണ്ടപ്പം ഞാൻ നേരെ സെക്കൻഡ് ഫ്ലോറിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ അടുത്ത ഡയറക്ടർ നേരെ പോയി ടീച്ചർ എടുത്ത് പോയി ഓടിപ്പോയിട്ട് മിഥുന് 12th ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങുന്ന വാക്കുകൾ നോക്കിയത്. ആക്ച്വലി നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്ന് ടോപ്പ് റാങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും, പിന്നെ യു ഡിസേർവ് ദാറ്റ്, അത് നമുക്ക് അറിയാവുന്നത് കൊണ്ട്. ഇപ്പം ഇപ്പോൾ ഹോൾ ജേർണിയിൽ മിഥുൻ പല സമയത്തായിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞു, ഇത്തവണ അമ്മയുടെ കൂടെ നിന്ന് പ്രിപ്പയർ ചെയ്തതിനെ പറ്റി പറഞ്ഞു. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു പീഡിയാട്രിഷ്യനാണ്, ഡോക്ടറാണ്, പീഡിയാട്രിഷ്യനാണ്. നീ ജിപ്പറിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്കും അച്ഛൻ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എന്നിട്ടൊരു പോയിന്റ് വന്ന് നമ്മൾ പറയുകയാണ്, ഞാൻ മെഡിസിൻ ഫോളോ ചെയ്യുന്നില്ല, എനിക്ക് അഡ്മിനിസ്ട്രേഷൻ ആണ് താല്പര്യം എന്ന് പറയുന്നത്. എന്നിട്ട് എഴുതുമ്പോൾ കിട്ടാതിരിക്കുന്നു. അപ്പം അച്ഛൻ ഈ ജേർണി എങ്ങനെയായിരിക്കും നിന്റെ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ടും റിയാക്ഷൻസും ഒക്കെ? ഞാൻ മനസ്സിലാക്കുന്നത് എന്നെക്കാളും വിഷമം അവരാണ് ഫേസ് ചെയ്യുന്നത്. കാരണം മക്കള് നന്നാവുന്നുള്ളതാണ്. അതുപോലെ തന്നെ ചേച്ചിയും പറയാതെ ചേച്ചിയും. അപ്പോൾ അവർ ഞാനിങ്ങനെ ഒന്നും കിട്ടാതെ ലൈക്ക് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ഇതെന്നൊക്കെ മനസ്സിലുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. എനിക്കൊരു മെയിൻ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇടയിൽ. ഈ പ്രോസസ്സ് ഇത്രയും ലോങ് ആയതുകൊണ്ടും അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ കിട്ടില്ല. ലൈക്ക് ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, വി ഹാവ് ടു ഡു സംതിങ്. അപ്പോൾ ഇതായിരുന്നു എപ്പോഴും ഒരു സങ്കടം മനസ്സിൽ. അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കൊപ്പം അതൊരു ഭയങ്കര സങ്കടമായിരുന്നു. അവർ ഇത്രയും കിട്ടിയിട്ട് ഇവനൊന്നും ആയില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത്, പക്ഷെ അവർ എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ, അമ്മ, ചേച്ചി, ബ്രദറിലോ, മറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു നല്ല ഡോക്ടറായിട്ട് വരണം എന്നുള്ളത് അവരെപ്പോഴും പറയുന്നതാണ്, എൻ്റെ അറിയുന്ന ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവർ പറയും അതിൻ്റെ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്, നിന്നെ ഞാനൊരു നല്ല ഡോക്ടറായിട്ട് വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. അത് മേ ബി എനിക്കും ഇതുണ്ട്, ബട്ട് എനിക്കറിയാം അതിൽ കൂടുതൽ നമ്മളെ ഇൻട്രസ്റ്റും ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം എന്തായാലും ആ ജേർണിയിൽ അവർ വേരിയബിൾ പാർട്ടാണ്, ഇൻസെപ്പറബിൾ പാർട്ടാണ് ആ ജേർണിൻ്റെ. ആൻഡ് അവരുടെയൊക്കെ എഫേർട്ടിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊരു ഇൻഡിവിജ്വൽ സക്സസ് ഒന്നും അല്ലത്, ഇതൊരു കളക്റ്റീവ് സക്സസ് ആണ്. നമ്മളിപ്പം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രോബ്ലി നമ്മളെ കോൺട്രിബ്യൂഷൻ നടന്ന ഒരു 15-20-25% ഉണ്ടാവും. ബാക്കിയുള്ളൊരു കളക്റ്റീവ് അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ there would be a woman, and
മോസ്റ്റ് പ്രോബ്ലി ദാറ്റ് വുമൺ വുഡ് ബി ദ മദർ അല്ലേ. അമ്മ ഭയങ്കര ഒരു ക്രൂഷ്യൽ പാർട്ടായിരുന്നു അല്ലേ. ഈ ലാസ്റ്റത്തെ പ്രിപ്പറേഷൻ അമ്മയുടെ കൂടെ നിന്ന് അമ്മ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത്. ഓക്കെ, സി ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്, അതായത് കുട്ടികളുടെ ഡ്രീംസ് പെർസ്യൂ ചെയ്യുന്ന സമയത്ത് പേരൻസിന് അവരുടെ പുറത്തൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം അൾട്ടിമേറ്റ്ലി റീപേ ചെയ്യും ആ സർവീസ്. അല്ലെങ്കിൽ ഇഫ് ദിസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ എന്താണെങ്കിലും അൾട്ടിമേറ്റ്ലി ദാറ്റ് ഫെയ്ത്ത് ഇൻ ദ ചിൽഡ്രൻ വിൽ ഗെറ്റ് റീപേഡ്, റൈറ്റ്? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ. ചേച്ചി അതുപോലെ തന്നെ അളിയനും ചേച്ചിയും അല്ലേ, അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ദേ വർ ഓൾസോ വെരി എ ക്രൂഷ്യൽ പാർട്ട് ഇൻ യുവർ ജേർണി. ക്രൂഷ്യൽ പാർട്ട് എപ്പോഴും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറയുന്നതാണ് എല്ലാവരും പറയേണ്ടി വരും. കാരണം ഇത്രയും സപ്പോർട്ട് കിട്ടിയിട്ട് മേ ബി ഐ വാസ് ഡൂയിങ് എ ഡിസർവീസ് മേ ബി ഏർലിയർ ഇതിലാണ്, ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. എനിക്ക് അത്രയും സപ്പോർട്ട് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്, ടീച്ചേഴ്സ്. അതാണ് ഞാൻ സാറിനോട് പറഞ്ഞത്, ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യം എന്താണ്, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. ദിസ് ഈസ് വാട്ട് ലൈഫ് ഇസ്. മിഥുൻ ഒത്തിരി യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് അല്ലേ. എനിക്ക് തോന്നുന്നു മിഥുൻ്റെ ഹോബീസിലൊന്ന് മ്യൂസിക് കഴിഞ്ഞാൽ അടുത്ത പ്രധാന ഒരു ഹോബി ട്രാവലിംഗ് തന്നെയാണ്. മിഥുൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സിനിമ കാണാൻ ഇഷ്ടമാണ്, സീരീസ് കാണാൻ ഇഷ്ടമാണ്. മിഥുൻ നല്ലൊരു ഫ്ലൂട്ട് നല്ലോണം വായിക്കുന്ന ഒരാളാണ്. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ യാത്രയെ പറ്റി ചോദിക്കും. ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ലഡാക്കിൽ പോയിരുന്നു, ഇപ്പം ഒരു 2 weeks മുമ്പായിട്ട് സിക്കിമിൽ പോയിരുന്നു. ഈ യാത്ര എങ്ങനെയാണ് മിഥുനെ, അതായത് മിഥുൻ്റെ പ്രിപ്പറേഷനാണ്, മിഥുൻ എങ്ങനെയാണ് അതൊന്ന് മോൾഡ് ചെയ്ത് മിഥുൻ്റെ ഫിലോസഫിയിലേക്ക് യാത്ര എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു? ഇത് ജീവിതയാത്ര തന്നെയും യാത്രയും എല്ലാം ഒന്നിച്ച് നിൽക്കുന്നത്. നമ്മൾ വടകര എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണാണ്. അപ്പം നമ്മൾ 10 വരെ അധികം എക്സ്പോഷർ കിട്ടിയില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ പിന്നെ ഞാൻ +2 നിർമ്മലമാതയിലാണ് ചെയ്തത്. PC സാറിൻ്റെ ക്ലാസ്സും കൂടെ ചെയ്തിട്ട്. അപ്പോൾ അവിടെ നമ്മൾ മാറി, തൃശ്ശൂരേക്ക് മാറി. അതൊരു യാത്രയാണ്. പുതിയ സറൗണ്ടിങ്സ്, പുതിയ ആൾക്കാർ, പുതിയ കൾച്ചർ. പിന്നെ അവിടെ നിന്ന് ജിപ്മർ പോണ്ടിച്ചേരി പോകുന്നു, പിന്നെ ഡൽഹിക്ക് പോകുന്നു. അപ്പോൾ ഇതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ പുതിയ കാര്യങ്ങൾ അറിയുന്നു, ആൾക്കാരെ മനസ്സിലാക്കുന്നു. നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഓപ്പൺസ് ആണ്. അതായത് നമ്മളൊരു നാരോ മൈൻഡഡ്നെസ് എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതേ ക്യൂരിയോസിറ്റി അല്ലെ, അതേ വണ്ടർ തന്നെയാണ് എന്നെ യാത്ര ചെയ്യാൻ എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. അതായത് എനിക്ക് ഇമ്മേഴ്സീവായിട്ട് ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. അതായത് പോകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആ സ്ഥലം ലൈക്ക് ടേക്ക് ഇറ്റ് ഇൻ. നമ്മുടെ മനസ്സിലതിൻ്റെ ഒരു പിക്ചർ, സ്മെൽസ്, കാഴ്ചകൾ, എനിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഞാൻ ഇഷ്ടം പോലെ നടക്കും. അപ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ ശരിക്കും കാണുന്നത്, പിന്നെ ആൾക്കാരോട് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സുഖമാണ്. ലൈക്ക് വി ആർ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ ഹോൾ സിസ്റ്റം. അതിന് പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും there is an element of unity running. There is a connection between us and the world. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് സെൻസ് എനിക്ക് കിട്ടുന്ന ഒരു ഇത് യാത്രയാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യണം, പക്ഷെ അതിൽ ഞാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ ഒരു ലെവൽ ഓഫ് പ്രാക്ടീസ്, റിഗറസ് പ്രാക്ടീസ് ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും സാധിക്കാറില്ല. ബട്ട് യാത്ര ചെയ്യുമ്പോൾ അത് വളരെ ഓർഗാനിക്കലി വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ഇപ്പം ട്രിവാൻഡ്രത്ത് എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 പ്രാവശ്യം പൊന്മുടി പോയിട്ടുണ്ടാവും. കോവളം, ശംഖുമുഖം, പൊന്മുടി, കന്യാകുമാരി സ്ഥിരമായിട്ട്. കാരണം ഇതാണ് എനിക്ക് പഠിക്കുന്നതിനിടെ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, ദിസ് ഇസ് ലൈഫ്. അല്ലാതെ കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞ് എല്ലായിടക്കും പോകുന്നതല്ല. നമ്മൾ ജീവിക്കുകയാണ് അറ്റ് ദിസ് മൊമെന്റ്. അതൊക്കെ എൻജോയ് ചെയ്യണം. അതിൽ ആസ്പിരൻ കമ്മ്യൂണിറ്റി മുഴുവനായിട്ട് മറന്നു പോകുന്ന ഒരു ഫാക്റ്റാണിത്. നമ്മൾ പ്രിപ്പറേഷന്റെ സമയത്ത് നമ്മൾ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകാറുണ്ട്. കാരണം നമ്മൾ ആ യഥാർത്ഥ ജീവിതത്തിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും നമ്മുടെ ബെസ്റ്റ് വിൽ കം ഔട്ട്. അതാണ് ഞാൻ ഒരു ഇപ്രാവശ്യം അതായത് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് റിസൾട്ടിനെ പറ്റി അത്ര ബോധറേഷൻ ഇല്ലായിരുന്നു ഇത്തവണ. കാരണം ഐ ഹാഡ് ഗിവൺ മൈ മെയിൻസിന് പ്രത്യേകിച്ച്. ആൻഡ് മെയിൻസ് ഇസ് ദ ബൾക്ക് ഓഫ് ദിസ് എക്സാം. അപ്പോൾ മെയിൻസിന് കൊടുത്തിട്ടുണ്ട്. ഐ വാസ് സാറ്റിസ്ഫൈഡ്. ഞാൻ അന്ന് വളരെ സന്തോഷത്തോടെ കൊടുത്ത ഒരു മെയിൻസ് എന്ന് പറയാൻ ഇത്തവണയും ഞാൻ പറയും. കാരണം മെയിൻസ് എപ്പോഴും എനിക്ക് സാറിന് അറിയാം, എനിക്ക് ഒരു നെഗറ്റീവ് ഇത് മനസ്സിൽ വരുന്നതാണ്. ആസ്വദിച്ച് പഠിക്കാനും പറ്റി, സന്തോഷത്തോടെ കൊടുക്കാനും പറ്റി. അതിൻ്റെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ റിസൾട്ട് നാച്ചുറലി വന്നതാണ്. അത് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു കൺട്രോളും ഇല്ല. സോ അതാണ് ഞാൻ പറഞ്ഞത്, റിലീവ് ബിക്കോസ് ദിസ് പ്രോസസ് ഗോട്ട് ഇൻ ടു എ ലോജിക്കൽ കൺക്ലൂഷൻ. കേരളത്തിലെ ടോപ്പറിൽ ഒരാളാണ്, 12ാമത്തെ റാങ്കാണ് ഓൾ ഇന്ത്യ തലത്തിൽ. അപ്പം പക്ഷെ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് നിന്ന് ലൈഫിനെ കാണാൻ ഇപ്പോഴും പറ്റുന്നുണ്ട്. അതായത് ഇതിനൊരു ഗ്ലോറി ഉണ്ട്, ആ സിവിൽ സർവീസിന്റെ ഗ്ലോറി ഉണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആ മാറി നിന്നത് കാണാനാണ് ഇത് താല്പര്യപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഹൗ കുഡ് യു എൻജോയ് ദിസ് ഡിറ്റാച്ച്മെന്റ്?
അതും എൻ്റെ ഒരു ലൈഫ് പ്രോസസ്സിൽ എനിക്ക് കിട്ടിയൊരു ഭയങ്കര വഴിത്തിരിവാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ റിലീജിയസ് ആണ്, അമ്പലത്തിൽ പോകുന്നു. ബട്ട് എനിക്കൊരു ഫിലോസഫി ഓഫ് ലൈഫ് കിട്ടുന്നത് ആകസ്മികമായി തന്നെ പറയാം. ഞാൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരിക്കൽ പോണ്ടിച്ചേരി വരുമ്പം വീട്ടിലേക്ക് അന്ന് ഞാനിങ്ങനെ വെറുതെ നടക്കുമ്പോൾ ഞാനൊരു പുസ്തകം, സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പുസ്തകം ഞാൻ കിടക്കുന്നുണ്ട് അടുത്ത റെയിൽ. അന്ന് ഞാൻ വായിച്ചു. ലൈക്ക് ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് ഭഗവത്ഗീത വായിക്കുമ്പോഴാണ് +1. അത് PC സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വായിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊന്നും ഒരിക്കലും പറയില്ല വായിക്കണം എന്നൊന്നും. അപ്പോൾ PC സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് തന്നെ എനിക്ക് ഈ ഒരു ലൈൻ ഓഫ് തോട്ടിൽ, അതുകൊണ്ടാണ് അന്നും എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത്. കാരണം അന്നേ ആ ഒരു ത്രെഡ് ഉണ്ട്. അപ്പം ഈ സ്വാമി വിവേകാനന്ദൻ്റെ ഫിലോസഫി വായിച്ചപ്പം ഇറ്റ് ജസ്റ്റ് ഓപ്പൺഡ് അപ്പ് സംതിങ് ഇൻ മീ. എനിക്കത് വളരെ, അതായത് നമ്മൾ സന്തോഷമായി ജീവിക്കണം എന്നുള്ളതാണ്. സന്തോഷം എന്ന് പറയുന്നതിന് പല ഡെഫിനിഷൻസ് കാണുമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ലൈഫ്. ഇപ്പം എൻ്റെ ഫിലോസഫി അതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പക്ഷെ അതിനോട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വെക്കാതെ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുക, നമുക്ക് മാക്സിമം പെർഫോമൻസ് എടുക്കാൻ പറ്റുക, സന്തോഷിച്ച് ചെയ്യാൻ പറ്റുക. ഐ തിങ്ക് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലോസഫി. കാരണം മെനി ട്രീച്ചേഴ്സ് ആറ്റ് ഫുൾഫിൽമെന്റ് ഓൾസോ. അപ്പം നമുക്ക് അതിനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ മാത്രമേ. അതാണ് ഇപ്പം കിട്ടാത്ത സമയത്ത് ഡിറ്റാച്ച് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അപ്പം കിട്ടിക്കഴിയുമ്പം ഐ എം ഹാപ്പി ദാറ്റ് എനിക്കിപ്പോഴും ആ ഒരു ലെവൽ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ്. അപ്പം പക്ഷേ ഞാൻ ആ പ്രാക്ടീസിൽ വളരെ വളരെ നോവിസാണ്. എൻ്റെ ഗോയിങ് ഫോർവേഡ് എനിക്ക് ആ ഒരു പ്രാക്ടീസ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ജീവിതാഭിലാഷം. ഈ സിവിൽ, അതായത് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ റൂറൽ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ആ മെഡിസിൻ സെക്ടർ നേരിടുന്ന പ്രശ്നം കണ്ട് അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ആ സിസ്റ്റത്തിൻ്റെ പാർട്ടാവണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസ്ലി പ്രയത്നിച്ച് ഇതില്ലെങ്കിൽ പബ്ലിക് പോളിസിയിൽ നിന്നിട്ടാണെങ്കിൽ കൂടിയും ഈ സിസ്റ്റം റെക്ടിഫൈ ചെയ്യണം എന്ന് തീരുമാനിച്ച് സർവീസിലേക്ക് വരുവാണ്. സർവീസിലേക്ക് വന്ന് നീ ആഗ്രഹിക്കുന്നവല്ല, ഇതിൽ ആഗ്രഹിക്കുന്നവല്ല, ഇതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് സിസ്റ്റത്തെ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറട്ടെ. അതിനെക്കാട്ടും ഉപരി ഇത്ര നേരം സംസാരിക്കുമ്പോഴത്തേക്കും മിഥുൻ എന്ന പേഴ്സണെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു ലൈഫ് ഫിലോസഫി ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു ഗുണപാഠമാണ്. ഇന്നത്തെ ഈ ജീവിതം നമ്മൾ ജീവിക്കുക, അതിൽ ഇമേഴ്സീവായിട്ട് ജീവിക്കുക, അത് എല്ലാവർക്കും പാഠമാവട്ടെ. ഈ ലൈഫ് മിഥുൻ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.